എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയോട് വലിയ വെറുപ്പൊന്നുമില്ല. കാരണം അവരൊരു വനിതയാണ്, ഒന്നുമില്ലെങ്കിലും ഒരു വർഗത്തിൽപ്പെട്ടവരാണ്. നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ ഒരു കാലത്ത് നല്ല ഒരു മാധ്യമ പ്രവർത്തകയുമായിരുന്നു വീണ ജോർജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വീണ ജോർജ് ഇനി ഈ അധികാരത്തിൽ ഈ ആരോഗ്യവകുപ്പിൽ ഇരിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ആരോഗ്യവകുപ്പിൽ ഇരിക്കുന്നത്? ഇങ്ങനെ നാണം കെട്ട് ഒരു അധികാരത്തിൽ മന്ത്രി കർസയിൽ കടിച്ചുകൂന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ആരോഗ്യവകുപ്പ് തികച്ചും ഒരു പരാജയപ്പെട്ട ഒരു നമ്പർ 1 ആണെന്നൊക്കെ വീമ്പിളക്കാമെന്നല്ലാതെ, വീമ്പിളക്കലല്ല, നമ്മളിവിടെ വീമ്പിളക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. അല്ലാതെ ഈ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലും ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന പദ്ധതികളൊന്നും അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ചില ആശുപത്രികളെല്ലാം വികസിച്ചിട്ടുണ്ട്, അവിടെ വലിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഒക്കെ തന്നെ. എങ്കിൽ പോലും അതൊന്നും നേരെ ചൊവ്വേ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ആൾക്കാർക്ക് കൃത്യമായ ചികിത്സ എത്തിക്കാനും സൗജന്യ ചികിത്സ കൊടുക്കേണ്ടവർ സൗജന്യ ചികിത്സ ഒന്നിനും കഴിയുന്നില്ല ഈ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ആരോഗ്യ വകുപ്പിന്. പകർച്ച പനികളെല്ലാം പുതിയ പുതിയ പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് മന്ത്രിയെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായിട്ട് മന്ത്രിയെ കൊണ്ട് മാത്രം കഴിയില്ല, അതൊരു ടീം തന്നെ വേണം. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അധികാരത്തിൽ ഇനി തുടരുത് എന്ന് പറയാൻ കാരണം കൽക്കത്തയിൽ നടന്ന ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതകം നമ്മൾക്കറിയാവുന്നതാണ്. അതുപോലത്തെ ഒരു ബലാത്സംഗ കൊലപാതകം നടന്നില്ല, പക്ഷെ ബലാത്സംഗം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നു കേരളത്തിൽ. എന്നിട്ട് അതിൽപ്പെട്ട പ്രതിയായ ഡോക്ടർ സെബിൻ മുഹമ്മദിനെ സംരക്ഷിക്കാനാണ് ഈ ആരോഗ്യ വകുപ്പും ആരോഗ്യ മന്ത്രാലയവും ശ്രമിച്ചത് എന്നത് നമ്മൾക്ക് ഈ വനിതാ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇരിക്കുന്ന ഈ വകുപ്പിനെ കുറിച്ച് ഒരുതരം പുച്ഛമാണ്, അവജ്ഞയാണ് നമുക്ക് തോന്നുന്നത്. ആർജിക്കർ ആശുപത്രിയിൽ, കൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ ഈ ഒരു ഹൗസ് സർജൻ, 31 വയസ്സുള്ള ഒരു വനിതാ ഹൗസ് സർജൻ മൃഗീയമായി പീഡിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ തുടക്കം മുതൽ ആശുപത്രി അധികൃതരും അവിടുത്തെ ആരോഗ്യവകുപ്പ് അധികൃതരും പീഡകനെ, ആ തെമ്മാടിയെ എന്ന് ഞാൻ പറയുന്നു, ആ വഷളനെ സംരക്ഷിക്കാനും ഈ വാർത്ത പുറത്തു വരാതെ നോക്കാനും അതിന് പ്രാദേശിക പോലീസിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ആ തെളിവുകൾ നശിപ്പിക്കാനും അങ്ങനെ ഈ പീഡകനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടന്നത്. പക്ഷെ പിന്നീട് അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ്, ഇത്രയധികം രാജ്യം മുഴുവനും അത് ഏറ്റെടുത്തതിന് ശേഷമാണ് അതിനെതിരെ ഇയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു ആർജവം അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ആരോഗ്യവകുപ്പും കാണിച്ചത്. കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ സെബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഡോക്ടർ സെബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പീഡകനെ, ഒരു ഹൗസ് സർജനെ ആശുപത്രിയിൽ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ മദ്യം നൽകി വശത്താക്കി അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഈ പീഡകനെ സംരക്ഷിക്കാനാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ വീണ ജോർജ് എന്ന് പറയുന്ന വനിത നയിക്കുന്ന ആരോഗ്യ വകുപ്പ് ചെയ്തത് എന്നാണ്. കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. എന്നിട്ട് ഈ ഹൗസ് സർജൻ, വനിതാ ഹൗസ് സർജൻ അല്പം മനധൈര്യം കാണിച്ചത് കൊണ്ടാണ് അവർ ഈ വലിയ ആർജിക്കർ സംഭവം കേരളത്തിൽ ആവർത്തിക്കാതെ പോയത്. ആ പെൺകുട്ടിയുടെ, ആ വനിതാ ഡോക്ടറുടെ ആർജവം തന്നെയാണ്, മനസാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് അവർ തൽക്കാലം രക്ഷപ്പെടും. പക്ഷെ അവർ പരാതി കൊടുത്തു. അവർ ആരോഗ്യ വകുപ്പിന് പരാതി കൊടുത്തു, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് പരാതി കൊടുത്തു. ഈ പരാതിയെല്ലാം കൊടുത്തിട്ടും ഉണർന്ന് പ്രവർത്തിക്കാതെ അത് വച്ച് താമസിപ്പിച്ച് ഒരു അന്വേഷണത്തിന് പദ്ധതിയിട്ട് 2 ആഴ്ച കൊണ്ട് അന്വേഷണം നടത്തി. ആരോഗ്യ വകുപ്പ് തന്നെ, മെഡിക്കൽ അധികൃതർ തന്നെ അന്വേഷണം നടത്തി. കാര്യം പരാതിയിൽ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തിയിട്ടും, ഇത്രയും നടന്നിട്ട് പോലും ഈ പരാതി പോലീസിന് കൈമാറാനോ അതിനെ നിയമപരമായ നടപടികളിലേക്ക് ഈ ഡോക്ടറെ എത്തിക്കാനോ ഡോക്ടറെ നിയമപരമായ നടപടിയിൽ വിധേയനാക്കാനോ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. ഇത് മെഡിക്കൽ കോളേജ് അധികൃതർ മാത്രം ചെയ്ത ഒരു പണിയല്ല. ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഉന്നതരായ പല ഉദ്യോഗസ്ഥന്മാരും ഈ വിവരം അറിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നിട്ട് അവരത് വച്ച് താമസിപ്പിച്ചു എന്നാണ്. ഒരുപക്ഷെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അറിഞ്ഞിരിക്കാം.
കാരണം വകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കണം ഇത്തരം കാര്യങ്ങൾ. ഇത്രയും രൂക്ഷമായ ഒരു വിഷയമാണ് മെഡിക്കൽ കോളേജിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കണം. അഥവാ ആരോഗ്യവകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആ വകുപ്പിന്റെ കെടുകാര്യസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ആ വകുപ്പിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണം കഴിഞ്ഞ് അന്വേഷണത്തിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ തന്നെ നേതൃത്വം കൊടുത്ത് ഉത്തരവിറക്കുന്നു. ഇതൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എന്തിനിരിക്കണം? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്തിനാണ് ആ വകുപ്പിൽ ഇരിക്കുന്നത്? ഇത് അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ, അറിഞ്ഞു എന്നാണെങ്കിൽ അത് എന്തുകൊണ്ട് അതിൽ നിയമപരമായ നടപടിയെടുക്കാൻ ഈ മന്ത്രി തയ്യാറായിട്ടില്ല? ഉത്തരം പറയേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നതാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് ഉള്ളൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്, ഈ സെബിൻ മുഹമ്മദിൻ്റെ വീട്, ഡോക്ടർ സെബിൻ മുഹമ്മദിൻ്റെ വീട്. പക്ഷേ ഇയാളിപ്പോൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. ഇയാൾ രാജ്യത്തുണ്ടോ, കേരളത്തിലുണ്ടോ, രാജ്യത്തുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇയാളുടെ പാസ്പോർട്ട് കഴിഞ്ഞ മാസം കാലാവധി കഴിഞ്ഞു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ വ്യാജ പാസ്പോർട്ട് എടുത്ത് രാജ്യം വിട്ടിട്ടുണ്ടോ എന്ന് ഇപ്പം പോലീസ് സംശയിക്കുന്നുണ്ട്. അതോ രാജ്യത്ത് എവിടെയെങ്കിലും ഒളിവിലിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഊർജിത അന്വേഷണം നടക്കുന്നു. പക്ഷേ ഈ അന്വേഷണമൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ ഒരു ധാർമ്മികതയുടെ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, ധാർമ്മികത ഈ ഗവൺമെൻറ് ഒരിടത്തും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടി നേതാവിനെ പറഞ്ഞ് ധാർമ്മികത ഒരിക്കൽ കാണിക്കാനുള്ളതാണ്, ഒന്നിലധികം സമയം ധാർമ്മികത കാണിക്കേണ്ട കാര്യമില്ല, പിന്നെ ധാർമ്മികതയൊന്നും വേണ്ട, അധാർമികതയിൽ മുന്നോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം സജി ചെറിയാൻ്റെ വിഷയം വന്നപ്പോൾ ധാർമ്മികതയുടെ പേരിൽ ഒരിക്കൽ രാജിവെച്ചല്ലോ, ധാർമ്മികത ഒരിക്കൽ മതി എന്നാണ് ഈ നേതാവ് പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, എന്തൊരു ഗതികേടാണ് നേതാവിൻ്റെ ആ വാക്കുകൾ നമ്മൾ കാണുന്നതെന്ന്. നമ്മുടെ രാജ്യം നയിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തെ നയിക്കുന്ന ഒരു പാർട്ടിയെ ഇത്തരത്തിലുള്ള ഒരു സെക്രട്ടറിയാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോട്ടെ, അതെന്തായിക്കോട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ഈ വനിതാ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.